ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ പുതിയ യൂട്യൂബ് അക്കൗണ്ടാണ്. ഇതിൽ പൊതുവായിട്ട് ഞാൻ ഇത് നല്ല ക്യാഷ് ഇറക്കി സ്പിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഇനി മുതൽ അങ്ങോട്ട് വീഡിയോസ് ഫുള്ള് സ്പിൻ ചെയ്യുന്ന വീഡിയോസ് ഇതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കൂടുതൽ നീട്ടാണ്ട് പരമാവധി ഷോർട്ടാക്കിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള പാക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർ മിലാൻ്റെ പാക്ക് ഉണ്ട്, അതേപോലെ നമ്മളെ യൂറോപ്യൻ ക്ലബ് അറ്റാക്സിൻ്റെ പാക്ക് ഉണ്ട്, നമ്മളെ കഫു ഇറ്റോ എല്ലാം വരുന്ന അടിപൊളി പാക്കാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇതെല്ലാം പാക്ക് സൈൻ ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം പ്ലേസിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമുക്ക് ക്യാഷ് കുറച്ച് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഞാനിവിടെ UAE-ലാണുള്ളത്. അപ്പോൾ ഇവിടെ AED ആയിട്ടാണ് നമ്മളെ ക്യാഷ് കറൻസി കിടക്കുന്നുള്ളത്. അപ്പോൾ ഏതായാലും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ പർച്ചേസിങ് ഇവിടെ തീർന്നിട്ടുണ്ട്. 2 ഘട്ടമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോർ ഏണിംഗ് പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏണിംഗ് പോയിൻറ്റ്സ് അല്ല, സോറി ഗൈസ്, റെഡീം കോഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1600 കോയിന് ഇപ്പോൾ നിലവിൽ ഇതായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് എപ്പിക് കാർഡിൽ ഏത് എപ്പിക്കാണ് എടുക്കേണ്ടത് നമുക്ക് നോക്കാം. അതായത് ഇറ്റാലിയൻ ലീഗിലെ ഈ എപ്പിനെക്കാട്ടും കൂടുതൽ യൂറോപ്യൻ ആയിട്ടുള്ള അറ്റാക്കേഴ്സിൻ്റെ ഈ എപ്പിക് കാർഡാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്കിതിൽ 2-3 ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഗൈസ്, ഇതിൽ ഞാൻ ഏത് രീതിയിലാണ് എപ്പിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ട്രിക്കല്ല, ഇടയ്ക്ക് വർക്ക് ചെയ്യും, ഇടയ്ക്ക് വർക്കാണ് ചെയ്യാണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഈ ട്രിക്ക് ഞാൻ ഇതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതേപോലെ ട്രൈ ചെയ്യാൻ നോക്കുക. കൂടുതൽ എനിക്ക് എപ്പിക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ എൻ്റെ എപ്പിക്സ് കോഡ് ഞാൻ അടുത്ത വീഡിയോയിലെല്ലാം ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. എത്ര എപ്പിക്ക് ഉണ്ട്, എത്ര പ്ലേയേഴ്സ് ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ട്രയൽ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അടുത്ത ട്രയലിലേക്ക് പോവാം. യൂറോപ്യൻ ക്ലബ് അറ്റാക്സിൻ്റെ ഈ പാക്കാണ് മറ്റേ പാക്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്റർ. അതേപോലെ ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണും, പ്ലെയർ വാല്യൂ ഉള്ള പ്ലേയേഴ്സിന് താഴെ ഇട്ടിട്ടാണ് ഞാൻ പരമാവധി അധിക സമയവും ട്രൈ ചെയ്യാറ്. അതേപോലെ നമ്മുടെ കോയിൻസിൻ്റെ ഈ ഒരു സൈൻ ചെയ്യുന്ന ഭാഗത്ത് ഗൈസ് വൈറ്റ് ഇല്ല, സാധാ സ്റ്റാൻഡേർഡ് പ്ലെയർ ആണ്. അതേപോലെ ഗൈസ്, ഈ കോയിൻസിൻ്റെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതേപോലെ എപ്പിക്ക് ട്രൈ ചെയ്യാറ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണും, ഓവറോൾ റേറ്റിംഗ്, പ്ലെയർ വാല്യൂ റേറ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടാണ് ഞാൻ പരമാവധി ഓപ്പൺ ചെയ്യാറ്. അതിലുള്ള ഫ്യൂച്ചർ കാർഡ് ഇവരെല്ലാം പരമാവധി എല്ലാ കാർഡ് തൊട്ട്, ഫ്യൂച്ചർ കാർഡ് ഒരു 5 കാർഡെല്ലാം പരമാവധി തൊട്ടിട്ടാണ് ഞാൻ അധികം സമയം ഓപ്പൺ ചെയ്യാറുള്ളത്. നമ്മൾ അതേപോലെ ട്രൈ ചെയ്യുക. റിസൾട്ട് കിട്ടാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് തുറക്കാം. 900 കോയിൻ വെച്ചിട്ട് സൈൻ ചെയ്ത് എപ്പിക്കില്ല ഗൈസ്. അതിൽ എപ്പിക്കിൻ്റെ ഒരു ഫ്യൂച്ചറാണ് തോന്നുന്നത്, ഇടയ്ക്ക് ബഗ്ഗായിട്ട് വരാറുണ്ട്. അവസ്ഥ നോക്കാം. ഇറ്റാലിയൻ ലീഗിൽ ഇല്ല ഗൈസ്, സാധാ ഒരു ഫ്യൂച്ചർ കാർഡാണ്. സാരമില്ല, നമുക്ക് അടുത്ത ഒരു 100 വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ പ്ലേസിന് കിട്ടിയെന്നുള്ളത് നമ്മൾ കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. ഇതിൻ്റെ പുതിയ ചാനലാണ്, പുതിയ അക്കൗണ്ടാണ്. അപ്പോൾ സംസാരത്തിലെല്ലാം ചെറിയ മിസ്റ്റേക്കും തെറ്റുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ക്ഷമിക്കുക.
വീഡിയോക്ക് നല്ല സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ ആണ്. അതേപോലെ ഇത് സിംഗിള് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടെ കോയിൻസ് വാങ്ങിയിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുകയാണെങ്കിൽ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ബൈക്ക് അല്ല, സാധാ പ്ലെയറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് ടൈം അല്ല എനിക്ക് ഇങ്ങനെ കോയിൻസ് വാങ്ങിയിട്ട് പ്ലേസിനെ കിട്ടാത്ത. എനിക്ക് ഞാൻ എൻ്റെ അക്കൗണ്ട് ഇതിൽ യൂസ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോസിലെല്ലാം ആയിട്ട് അക്കൗണ്ടിൻ്റെ എപ്പിക് സ്കോഡ് കാണിച്ചു തരുന്നതാണ്. പിന്നെ അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിതിൽ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ ഗീവ് വെക്കുന്നതാണ്. ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്പർ ലാസ്റ്റ് ഇതിൽ മെൻഷൻ ചെയ്യാം, അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വിട്ടിട്ടാണെങ്കിൽ കുറച്ച് പേരെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഡ്രോ വെച്ച് അതിന് നമ്മൾ കോയിൻസ് പർച്ചേസ് കൊടുക്കുന്നതാണ്. പ്ലേ സ്റ്റോറിൻ്റെ റെഡിയിൽ കൂടെ അങ്ങനെല്ലാം കൊടുത്ത് ഒരു ഗീവ് വേ എന്നുള്ള നിലക്ക് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ കോയിൻസ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൽ തന്നെ ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ട്രൈ ഇതിൽ ചെയ്ത് നോക്കാം ഗൈസ്. ഒന്നുമില്ല, സാധാ സ്റ്റാൻഡേർഡ് പ്ലെയറാണ്. രണ്ടാമത്തെ ട്രൈ നമുക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളൊരു ഡ്രോ സ്കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോഡിന് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഒരു ട്രിക്കായിട്ട് യൂസ് ചെയ്യാം, ഇടയ്ക്ക് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2 കാലായിട്ടുള്ള CF TIMF എല്ലാം ഇട്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്ക് ഒരു 700 കോയിന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ബ്ലാങ്ക് ആയിട്ടുള്ള കോഡ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പറയാൻ പറ്റില്ല, ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും. 100 കോയിൻ സ്റ്റാൻഡേർഡ് പ്ലെയർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇതേപോലെ അടുത്ത വീഡിയോസിലെല്ലാം നമ്മൾ ഫസ്റ്റ് കിട്ടിയ സൈൻ ചെയ്ത പ്ലേയേഴ്സിൻ്റെ റിവ്യൂ കാര്യങ്ങൾ അങ്ങനെല്ലാം ചെയ്യുന്നതാണ്. ഓരോ എപ്പിക് പ്ലേയേഴ്സിൻ്റെയും ലെജൻഡറി പ്ലേയേഴ്സിൻ്റെയും ടാറ്റിക്സ്, അവരെ ഏതൊക്കെ പൊസിഷനിൽ കളിപ്പിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ എപ്പിസിഡ് കാര്യങ്ങൾ, പ്ലേയേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതാണ്. അതേപോലെ ഡിവിഷൻ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ടിപ്സ്, ട്രിക്സ്, എല്ലാ കാര്യങ്ങളും ഈ അക്കൗണ്ടിലൂടെ നമ്മൾ കാണിക്കുന്നതാണ്. പരമാവധി നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഷോർട്ടായിട്ടെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. ഷോർട്ട് വീഡിയോസ് എല്ലാം ചെയ്ത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുക. അധികം ഒട്ടുമിക്ക എല്ലാ പാക്കും നമ്മൾ ഇതേപോലെ കോയിൻസ് സ്പിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഓരോ ടാപ്പിങ്ങിലും ഓരോ ട്രിക്സാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് ട്രിക്സ് വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. കൂടുതൽ പേരും കോയിൻസ് പരമാവധി സേവ് ചെയ്ത് വെച്ചാണ് ട്രൈ ചെയ്യാറ്. ഒരു 700-800 കോയിൻസ് നിങ്ങളടുത്ത് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. നല്ല വർക്കിംഗ് ആയിട്ടുള്ള ട്രിക്ക് ഏതെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അതേപോലെ പുതിയതായിട്ട് വന്നപ്പോൾ ട്രയൽ മാറ്ററിൻ്റെ സ്കോഡ് ഇത് ഓൾറെഡി നമ്മുടെ അടുത്തുള്ള പ്ലേസാണ്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ പോകുന്നില്ല. പരമാവധി ഡ്രോ ചെയ്യുന്ന സമയത്ത് എല്ലാ പാക്കും ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതെല്ലാം നമ്മുടെ എപ്പിക് കാർഡ് കിട്ടുന്നതിനുള്ളൊരു ചാൻസ് ഇടയ്ക്ക് വർക്കാവാറുണ്ട്. ചാൻസ് അല്ല, ഒരു ലക്ക്, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ നമ്മൾ യൂറോപ്യൻ അറ്റാക്കേഴ്സിൻ്റെ ഇതിൽ 100 കോയിന് സ്പിൻ ചെയ്യുന്നുണ്ട്. നോർമൽ പ്ലെയറാണ്, സ്റ്റാൻഡേർഡ് പ്ലെയർ ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് കിട്ടിയ എപ്പിക് പ്ലെയർ ഓവൺ ആണെന്ന് തോന്നുന്നുണ്ട്. ലാസ്റ്റ് ടൈം റയൽ മാഡ്രിഡിൻ്റെ ഓവണാണ് എനിക്ക് കിട്ടിയ എപ്പിക്ക്. അതിന് ശേഷം പിന്നെ ചെയ്തിട്ടില്ല, സൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല.
നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും ഈ ഓവറോൾ റേറ്റിങ്ങും പ്ലെയർ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചിട്ട് ഇട്ടിട്ടാണ് ഞാൻ പരമാവധി ഡ്രോ ചെയ്യാറ്. അത് എനിക്ക് കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള ട്രിക്കാണ്. അങ്ങനെ ഓവറോൾ റേറ്റിംഗ് പ്ലെയർ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഡ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കുന്ന സമയത്ത് അടുത്ത ഡ്രോ എടുത്തിട്ട് ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങൾ അതേപോലെ ചെയ്ത് നോക്കുക, പരമാവധി വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമ്മളടുത്ത് ആകെ ഉള്ള ബാലൻസ് 200 കോയിനാണ്. ലാസ്റ്റ് ഇനി ഒരു ഡ്രോ കൂടെ ഉണ്ടാവുള്ളൂ. സ്റ്റാൻഡേർഡ് പ്ലെയർ ആണ് ഗൈസ്. ഇപ്രാവശ്യം ലെക്കില്ല നമുക്ക്, അതുകൊണ്ടാണ് തോന്നുന്നു എപ്പിക്ക് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് വൈറ്റ് നല്ല സാധാ സ്റ്റാൻഡേർഡ് പ്ലെയർ ആണ്. നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. ഞങ്ങൾക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇത് വിട്ടുതരാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രോ വെക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.